ഒരു നാട് മനുഷ്യർക്ക് ജീവിക്കുവാൻ കൊള്ളുന്ന നാടാണോ എന്ന് പരിശോധിക്കാനുള്ള ആദ്യത്തെ മാനദണ്ഡം ആ നാട് കുഞ്ഞുങ്ങളുടെ ജീവൻ ഉറപ്പുള്ള നാടാണോ എന്നുള്ളൊരു പരിശോധനയാണ്. കുഞ്ഞുങ്ങളുടെ ജീവൻ ഉറപ്പുള്ള നാടാണ് ലോകത്ത് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉറപ്പുള്ള നാട്. ഈ ലോകത്തെ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ഉറപ്പുള്ള നാടിൻ്റെ പേര് ലോകത്ത് സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുന്ന ഏതെങ്കിലും മുതലാളിത്ത രാഷ്ട്രങ്ങളല്ല, ഇന്ത്യ കൊള്ളയടിച്ചു കൊണ്ടുപോയി നിർമ്മിച്ചിട്ടുള്ള ലണ്ടൻ മഹാനഗരമല്ല, പാരീസ് അല്ല, ന്യൂയോർക്കല്ല. ലോകത്ത് കുഞ്ഞുങ്ങളുടെ ജീവൻ ഏറ്റവും ഉറപ്പുള്ള നാടിൻ്റെ പേര് കേരളം എന്നാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നാട്. അത് ഓണത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആ വാർത്ത വന്നത്. ഓണത്തിന് മലയാളി പാടിയത് ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്നാണ്. ബാലമരണങ്ങൾ കേൾക്കാത്തൊരു നാടായിട്ട് ഈ കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ ആയിരുന്നില്ല കേരളം. 1960 കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 100 കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന നാടായിരുന്നു കേരളം. ആ കേരളമാണ് 6 പതിറ്റാണ്ടിനിടയിൽ ലോകത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള നാടായിട്ട് മാറുന്നത്. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കാത്തത്? കേരളത്തിലെ മാധ്യമങ്ങളുടെ അഭിമാന ബോധത്തിനകത്തേക്ക് ഇതെന്തുകൊണ്ടാണ് വരാത്തത്? ഈ നാടിൻ്റെ അംബാസഡർമാരായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള നാടിൻ്റെ പേര് കേരളമെന്നാണ്. കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഒരാൾക്ക് എന്ത് കിട്ടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 വർഷം അധികം ജീവിക്കാൻ വേണ്ടി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള നാടുകളിൽ ഒന്നായിട്ട് കേരളം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ആയുർദൈർഘ്യമുള്ള നാട് എന്ന് പറഞ്ഞാൽ ആയുസ്സുള്ള നാട് എന്നാണ്, ആരോഗ്യമുള്ള നാട് എന്നാണ്. ആരോഗ്യമുള്ള ജനത ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റണം, നല്ല പാർപ്പിടം ഉണ്ടാകണം. നല്ല പാർപ്പിടവും നല്ല ഭക്ഷണവും ലഭിക്കണമെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാകണം. വരുമാനം ലഭിക്കണമെങ്കിൽ ഉയർന്ന കൂലി ഉണ്ടാകണം. ഉയർന്ന കൂലി ലഭിക്കണമെങ്കിൽ ജോലി ഉണ്ടാകണം. ജോലിയും ഉയർന്ന കൂലി ചോദിച്ചു വാങ്ങാനുള്ള ധൈര്യവും ഉണ്ടാകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസം ഉണ്ടാവണമെങ്കിൽ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടാകണം, അതിൽ അധ്യാപകരുണ്ടാകണം, പാഠപുസ്തകം ഉണ്ടാകണം, ഉച്ചഭക്ഷണം ഉണ്ടാകണം, യൂണിഫോം നൽകാൻ വേണ്ടി പറ്റണം, പരീക്ഷകൾ കൃത്യമായിട്ട് നടത്താൻ വേണ്ടി പറ്റണം. അസുഖം വരുന്ന മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് രൂപ ചികിത്സാ ചെലവിനെക്കുറിച്ച് ആലോചിക്കാതെ അവർക്ക് എത്രയും പെട്ടെന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പറ്റുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകണം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവണം, ഗവൺമെൻറ് ആശുപത്രികൾ ഉണ്ടാകണം. ആവതില്ലാത്ത കാലത്ത്, ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാലത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ മനുഷ്യർക്ക് പെൻഷൻ ഉണ്ടാകണം. ആ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കണം. അത് കൃത്യമായ ഇടവേളകളിൽ വർദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ ആയുർദൈർഘ്യമുള്ള നാട് ഒരറ്റത്ത് കേരളം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നാടായി മാറുകയാണ്, മറ്റൊരറ്റത്ത് കേരളം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആരോഗ്യമുള്ള മനുഷ്യരുടെ നാടായിട്ട് മാറുകയാണ്. ഇത് സാധ്യമാകണമെങ്കിൽ സമഗ്രമായൊരു പദ്ധതി ഉണ്ടാകണം. അതിൽ പാർപ്പിടമുണ്ട്, പൊതുവിദ്യാഭ്യാസമുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, ഉയർന്ന കൂലിയുണ്ട്, ജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്, വായനശാലകളുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് കേരളം ഉണ്ടാവുക. ഇത് നിർമ്മിച്ചെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ആഘോഷിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടേയില്ല. കേരളത്തിൻ്റെ ഈ സ്റ്റോറിയെക്കുറിച്ച്, കേരള സ്റ്റോറികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കേരള സ്റ്റോറികൾ കേരളത്തെ തകർക്കാൻ ഉണ്ടാകുന്നത് യഥാർത്ഥ കേരള സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടുകൂടിയാണ് കേരളത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിഭജന യുക്തിയുടെ ആശയങ്ങൾ ഇതുപോലെ സിനിമകളായിട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ സമരത്തിൽ കേരളത്തിൻ്റെ കൂടെയല്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം.